അല്ല, മാത്രമല്ല ഇത് പൊതുമണ്ഡലത്തിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായി ഇതിനോടകം മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലായി ചർച്ചകൾ നടക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി ഇടപെട്ട കേസാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിലുള്ള പ്രാധാന്യം പോലീസ് നൽകുകയും ചെയ്യും. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞതുപോലെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക. ഇതിനോടകം തന്നെ അത്തരം തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം ഏതാണ്ട് ഒരു 90% തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം പോലീസ്. ഇനിയുള്ള ദിവസങ്ങൾ അതിനെ സാങ്കേതികമായി റിപ്പോർട്ടാക്കുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സമാനമായ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരാതികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അത് ഇതേ രീതി, ഇതേ പ്രാധാന്യത്തോടു കൂടി പോലീസ് എടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ അന്ന് ചൊവ്വാഴ്ചയിൽ ഈ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസിന്റെ വാദങ്ങൾ എന്തായിരിക്കും, വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റിമാൻഡ് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് ബോബിയെ വാങ്ങാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? ഇപ്പം ഞാൻ നേരത്തെ പ്രജിൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ട കേസാണ്. ഒരു DCP ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ACPക്കാണ് നേരിട്ട് ചുമതല നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഇതൊരു ഇച്ചിരി ഗൗരവത്തിലാണ് പോലീസ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി കൂടി ഇടപെട്ട കേസായതിനാൽ ഒരു തരത്തിലുള്ള ഉപേക്ഷയും പോലീസ് വിചാരിക്കില്ല. അങ്ങനെ പോലീസ് ടൈറ്റാക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ പ്രജിൻ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ മറ്റാളുകൾ ഏതെങ്കിലുമൊക്കെ പരാതികളുമായി കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ സാധനം കൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവരും. അവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പല അനക്ഷർ എന്നുള്ള രീതിയിൽ എക്സിബിറ്റുകൾ പല രീതിയിൽ അവരത് കോടതി മുമ്പാകെ കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങൾക്ക് കുറേയധികം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ്, ഇയാൾക്കെതിരെ ഒട്ടനേകം പരാതികൾ വീണ്ടും വന്നിട്ടുണ്ട് ഈ 1-2 ദിവസത്തിനകം എന്നൊക്കെ പറഞ്ഞ് ഈ ജാമ്യാപേക്ഷ പരമാവധി തള്ളിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമം കോടതിയിൽ നടക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ നടക്കാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ച തെളിവുകൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിൽ കൂടുതൽ അന്വേഷണം വേണം, വിശദമായ അന്വേഷണം വേണ്ടതുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാലേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരൂ എന്നൊരു നിലപാട് കൂടി പോലീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കഷ്ടമാവും. ചൊവ്വാഴ്ചത്തെ ഇടക്കാല ജാമ്യം എന്നുള്ളത് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ പോലീസ് എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെയുള്ള അവരുടെ സ്റ്റാൻഡ് വെച്ചിട്ടാണെങ്കിൽ വിടാനുള്ള ഭാവമില്ല. ശ്രീകാന്ത്, ഇതിനോടകം പോലീസ് സ്വീകരിച്ച നിലപാട് അത് വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടുന്നുമുണ്ട് പൊതുമണ്ഡലത്തിൽ. ആ രീതിയിൽ പോലീസിനൊക്കെ പ്രശംസ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ സൽപ്പേര് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പോലീസിന്റെ ശ്രമം. അതിൽ മറ്റ് സംശയങ്ങളില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇത് മജിസ്ട്രേറ്റ് കോടതിയല്ല, ഹൈക്കോടതിയിലാണ് ഈ ഹർജി എത്തിയത്. ആ സമയത്ത് കോടതി നടത്തിയൊരു നിരീക്ഷണം അത് ചില സൂചനകൾ നൽകുന്നുണ്ട്. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ, അത്തരം പരാമർശങ്ങളിൽ കോടതി കടക്കേണ്ടതില്ല, സാങ്കേതിക കാര്യം പറഞ്ഞ് ആ ഹർജി മാറ്റിവെക്കാവുന്നുള്ളൂ. പക്ഷേ അപ്പോൾ പോലും കോടതി ആ വിഷയം ചെറിയ രീതിയിലെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന ചോദ്യം പ്രതിഭാഗത്തോട്, ബോബിയോട് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത്, വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വരും എന്ന കാര്യം ഉറപ്പല്ലേ? ഇന്ന് ഇപ്പോൾ സാധാരണഗതിയിൽ കോടതി അങ്ങനത്തെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ നടത്താറുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പരാമർശങ്ങളിലേക്കൊക്കെ പോകാറുമുണ്ട്. ചില സമയത്ത് രൂക്ഷ വിമർശനവും ഈ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുമ്പോൾ കോടതി നടത്താറുമുണ്ട്. പക്ഷേ ഇന്ന് കോടതി ആകെ ആ ഒരു വരിയാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്കാണ് പോയത്. ഇപ്പോൾ പ്രജിൻ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയായിരിക്കും ഇതിൻ്റെ കുറച്ചുകൂടി മെറിറ്റിലേക്ക്, ജാമ്യാപേക്ഷയുടെ മെറിറ്റിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാവുക. ഇന്ന് ഒരു 5 മിനിറ്റോ മറ്റോ എടുത്തുള്ളൂ കോടതി ഈ കേസ് ഒന്ന് ചെറുതായി ഒന്ന് കേൾക്കുന്നതിന് പോലും. അതിലെ ടെക്നിക്കൽ കാര്യങ്ങളാണ് കോടതി ഇന്ന് കൂടുതലായി ചൂണ്ടിക്കാണിച്ചത്. അതിനിടയിൽ പറഞ്ഞുപോയ ഒരു വാക്കാണ് പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം. പക്ഷേ ഈ ചോദ്യം ചൊവ്വാഴ്ച ഇപ്പോൾ പ്രജിൻ പറഞ്ഞതുപോലെ വളരെ വിശാലമായി തന്നെ കോടതി അത് കേൾക്കും. കാരണം പോലീസ് ഒരു റിപ്പോർട്ട് എന്തായാലും വെക്കും. ആ റിപ്പോർട്ടിൽ നല്ല കാര്യമായി തന്നെ കാര്യങ്ങൾ കാണും. ഒപ്പം പ്രതിഭാഗത്തിൻ്റെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ കോടതിക്ക് ഇത്തരം പരാമർശങ്ങൾ, നിരീക്ഷണങ്ങൾ ഒക്കെ നടത്തുന്നതിനുള്ള വിപുലമായ അവസരം തുറന്നു കിട്ടും. മാത്രമല്ല ഈ സൈബർ ബുള്ളിയിങ് എന്ന ആ ഒരു വിഷയം ഇപ്പോൾ ഇതാ ജുഡീഷ്യൽ ഒരു വേദിയിലേക്ക് കൂടി വരികയാണ്. അത് വിശാലമായ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചാൽ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം നിരീക്ഷണങ്ങൾ ഒരുപാട് കേൾക്കാം. അതൊട്ടും ഗുണകരമായിരിക്കില്ല ബോബി ചെമ്മണ്ണൂരിന്. കാരണം കോടതി ഇന്നൊരു സൂചന തന്നിട്ടുണ്ട്, ഒരു ചെറിയ സിഗ്നൽ കോടതി കൊടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച എന്തായിരിക്കും എന്നുള്ളത്. ആ സിഗ്നൽ നോക്കുകയാണെങ്കിൽ
ചൊവ്വാഴ്ച വലിയ പൊട്ടലും ചീറ്റലും ഒക്കെ കോടതിയിൽ കേൾക്കാം. പക്ഷേ ശ്രീകാന്ത്, ഇപ്പോൾ എന്തുയർത്തിപ്പിടിച്ചായിരിക്കും ഈ ജാമ്യ ഹർജി വീണ്ടും മൂവ് ചെയ്യുക എന്ന് ഏതാണ്ട് ഈ പ്രതിഭാഗം, അതായത് ബോബിയുടെ അഭിഭാഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മാജിസ്ട്രേറ്റ് തന്നെയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത് എന്നൊരു വാദമാണ്. അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് എന്ന് അപ്പോഴാണ് കോടതി ചോദിക്കുകയും ചെയ്യുന്നത്. താൻ നേരത്തെ ഈ മാജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ നൽകിയ ചില രേഖകൾ, അത് സുപ്രധാന രേഖകളാണ്, അതൊന്നും തന്നെ കൃത്യമായി പരിശോധിച്ചില്ല എന്ന മറ്റൊരു വാദം കൂടി ബോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ജാമ്യ ഹർജി മൂവ് ചെയ്യുക. അപ്പം ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും, ഈ വാദങ്ങളല്ലാതെ മറ്റെന്താണ് ബോബിക്ക് ഈ വിഷയത്തിൽ, ഈ കേസിൽ പറയാനുള്ളത്? പ്രതിഭാഗം സ്വാഭാവികമായും ഇടക്കാല ജാമ്യം എന്ത് പഴുതിലൂടെയും നേടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും പ്രജിൻ ചൊവ്വാഴ്ച നടത്തുന്നത്. ഇത് വിശാലമായ വാദത്തിലേക്ക് പോകുന്നത് പ്രതിഭാഗത്തിന് വലിയ പ്രതിരോധത്തിലാക്കും അവരെ. കാരണം അന്നത് വിശാലവാദത്തിലേക്കൊക്കെ പോയാൽ കോടതി ഇടക്കാല ജാമ്യം കൊടുക്കുന്നതൊക്കെ പ്രതിസന്ധിയിലാകും. പകരം അന്നവർ ടെക്നിക്കൽ കാര്യങ്ങൾ വെച്ച് വാദിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഒന്ന്, റിക്കവറി കഴിഞ്ഞിട്ടുണ്ട്, ഐഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട്, ഏതാണ്ട് 30 മണിക്കൂറിലകം കസ്റ്റഡിയിലുണ്ടായിരുന്നു. അവിടെ വയനാട്ട് കൽപ്പറ്റയിലെ അവരുടെ ഒരു പോലീസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് രാത്രി മൊത്തം ഉണ്ടായിരുന്നു അവിടെ, അപ്പോഴും ചോദ്യം ചെയ്തു. ഇനി എന്തിനാണ് ഇതുപോലൊരു കേസിൽ 75(1) അതുപോലെ തന്നെ 75(1)(4) ചുമത്തിയ ഈ കേസിൽ എന്തിനാണ് ഇനി വീണ്ടും ഒരു കസ്റ്റഡി? ഇങ്ങനെ, അതായത് റിക്കവറിയും കഴിഞ്ഞു, 2 തവണ ചോദ്യം ചെയ്യലും കഴിഞ്ഞു. ഒന്ന് കൽപ്പറ്റയിൽ വെച്ചൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ, പിന്നീട് ഇവിടെ എത്തിച്ചതിന് ശേഷം ഒരു ഒരു ചോദ്യം ചെയ്യൽ. അങ്ങനെ ഈ 2 തവണ ചോദ്യം ചെയ്യലും കഴിഞ്ഞു. ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും പോകുന്നു. ഇനി ഇപ്പോൾ സ്വാഭാവികമായും ജാമ്യം നൽകിയാൽ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. നാട് വിട്ടു പോകില്ല, വിദേശത്തേക്ക് പോകില്ല, ഞങ്ങൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം, എന്ത് കണ്ടീഷൻ വേണമെങ്കിലും വെച്ചോളൂ, അതനുസരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അന്ന് തന്നെ ഇടക്കാല ജാമ്യം തരപ്പെടുത്താനായിരിക്കും പ്രതിഭാഗം ശ്രമിക്കുന്നത്. വിശാലമായ വാദത്തിലേക്ക് പോയാൽ അതവർക്ക് പണിയാകും. അതിനാൽ അവർ സ്വാഭാവികമായും ഊന്നൽ കൊടുക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിലായിരിക്കും. പക്ഷേ ഈ പോലീസിന്, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ ശേഖരിച്ച തെളിവുകൾ അവർ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ ശ്രമിക്കും. അവർക്ക് ഏതെങ്കിലും ഒരു കേസ്, ഞാൻ വീണ്ടും പറയുന്നത്, ഈ 3 ദിവസത്തിനുള്ളിൽ വേറൊരു കേസ് കൂടിയൊക്കെ വരികയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്, അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃന്ദത്തിന് അത് വലിയ പ്രശ്നമുണ്ടാക്കാം, നിന്ന് വിയർക്കേണ്ടി വരും കോടതി മുറിയിൽ. എന്തായാലും പോലീസ് അതൊരു വിശാലവാദത്തിലേക്ക് കൊണ്ടുപോയി അതിന്റെ മെറിറ്റിലേക്കൊക്കെ കടന്നു കയറിയുള്ള ഒരു വാദത്തിന് പോലീസ് ശ്രമിക്കും. പക്ഷേ ഒരു ടെക്നിക്കാലിറ്റിയിൽ ഊന്നി അന്നിടക്കാല ജാമ്യം തരപ്പെടുത്തിയെടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കി പിന്നെ എന്ത് വാദവും നടക്കട്ടെ, അത് കാണാം, കോടതി മുറിയിൽ കാണാം എന്നൊരു നിലപാടിലായിരിക്കും പ്രതിഭാഗം നിൽക്കാൻ പോകുന്നത്. ഒരു പക്ഷേ അവർക്കതായിരിക്കും ഗുണവും. മറ്റൊരു കാര്യം, ഈ പോലീസിനോടുകൂടി വിശദീകരണം തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഉണ്ട് അനുബന്ധമായി ഹൈക്കോടതി. അതെന്താണ്? അതിന്റെ സാങ്കേതികത്വം എന്താണ്? അത് ടെക്നിക്കൽ കാര്യം മാത്രമാണോ? അതൊരു സ്വാഭാവിക നടപടിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നതാണ്, അവരോട് വിശദീകരണം തേടി എന്ന് പറയുന്നത്. ഒരു നോട്ടീസ് പോകും. എതിർകക്ഷി എന്ന നിലയിൽ ഈ പെറ്റീഷണർ ബോബി ചെമ്മണ്ണൂരാകുമ്പോൾ എതിർകക്ഷി എന്ന് വരുന്നത് പോലീസ്, അതായത് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. സ്വാഭാവികമായും അവരോട് ഈ കേസിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രതി ഇതുപോലെ ജാമ്യം ചോദിച്ചിട്ടുണ്ട്, ജാമ്യം കൊടുക്കാവുന്നതാണോ, എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് നിങ്ങൾക്കുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വിശദീകരണം ചോദിക്കലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതൊരു റിപ്പോർട്ടായി തന്നെ പോലീസ് സാധാരണഗതിയിൽ ഫയൽ ചെയ്യും. ഒപ്പം തന്നെ അവരുടെ വാദമുഖങ്ങൾ ആ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം അവതരിപ്പിക്കുകയും ചെയ്യും. അതൊരു ടെക്നിക്കൽ കാര്യമാണ്. യെസ്, നടി ഹണി റോസ് നൽകിയ അധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ തുടരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് വലിയ തിരിച്ചടി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ജാമ്യ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റിയിരിക്കുന്നു. വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. യാതൊരു പ്രത്യേക പരിഗണനയും ബോബിക്കില്ല എന്ന് കോടതി പറയുന്നു. സാധാരണക്കാരന്റെ പരിഗണന മാത്രമേ ഈ കേസിൽ നൽകുകയുള്ളൂ ബോബിക്ക് എന്നുകൂടി കൃത്യമായി കോടതി നിലപാട് വ്യക്തമാക്കുന്നു. പൊതു ഇടങ്ങളിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്ന ഒരു ചോദ്യം കൂടി ഈ സമയത്ത് ബോബിക്കെതിരെ ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബോബി മറുപടി പറയുന്നത് ഇനി ഈ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്നാണ്. പക്ഷെ അതൊന്നും ഈ സമയത്തല്ല വേണ്ടത് എന്നാണ്. ഇനി ചൊവ്വാഴ്ച പരിഗണിക്കാൻ ഈ ഹർജി വരുമ്പോൾ ആ സമയത്ത് ഈ വാദങ്ങളൊക്കെ നിരത്താം. അതേസമയം തന്നെ കോടതിയിൽ നിന്നും ജാമ്യം നൽകുന്നതിനെതിരെ പോലീസും രംഗത്ത് വരും എന്ന കാര്യവും ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ചൊവ്വാഴ്ച ഉണ്ടാകും. ആ സമയത്ത് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കേസിലെ ഭാവി. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.